ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കുറേ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ന്യൂ ഇയറിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2024 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയ വർഷം ഞാൻ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, എൻ്റെ ഫാമിലിയിലുള്ള ഇഷ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒരു ഒരു ആമുഖം ഞാൻ തന്നിട്ട് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ ഫാദറിൻ്റെ സ്നേഹം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതെനിക്കൊരു 10-15 വയസ്സ് വരെ എനിക്ക് ലഭിച്ചിട്ടെന്ന് പറയുന്നത്, ഞാനൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മുതലാണ് എൻ്റെ ഫാദർ നാട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫാദറിനെ ഒരു ഓർമ്മയുണ്ടല്ലോ, കണ്ട ഒരു ഓർമ്മ എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കുറച്ച് നാൾ അദ്ദേഹം എൻ്റെ ചെറുപ്രായങ്ങളിലെല്ലാം ഗൾഫിൻ്റെ ദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു ഓർമ്മ വെച്ച് ഞാൻ അദ്ദേഹം റിയലായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ഓടി വരുന്ന ആ ഒരു മനസ്സിൽ എൻ്റെ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മയുടെ വീട്ടിലേക്ക് ഞങ്ങളെ കാണാനായിട്ട് വരുന്നതും അവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്നതും ഒക്കെ എനിക്കൊരു എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് വേദനകളുടെ മുഖത്താണ് ഞങ്ങളുടെ വീട് എന്ത് ചെയ്യുന്നത്, തട്ടിക്കൂട്ടി ഒരു കിടപ്പാടം ഒപ്പിച്ച് കൊടുക്കുന്നത് ഒരുപാട് വേദനകൾ താണ്ടിയിട്ടാണ്. വെറും 50,000 രൂപ ഗൾഫിൽ നിന്ന് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ വീടിരിക്കുന്നത്. എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അവിടെ ഒരു വീട് തട്ടിക്കൂട്ടുന്നത്. ആ വീട് വെച്ചതും അതിൻ്റെ പിന്നിൽ ഉള്ള ഒരുപാട് അരങ്ങേറ്റങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം ആ തറ വലിച്ചപ്പോൾ തൊട്ട് ഭയങ്കര പ്രശ്നങ്ങളിലാണ് ആ വീട് വയ്ക്കുന്നത്. അപ്പൻ്റെ അനിയന് വീട് വയ്ക്കാനുള്ള തടി വെട്ടിയിടുന്നു, അവിടെ വഴക്ക് തുടങ്ങുന്നു. വഴക്ക് കൂടി ഞങ്ങൾ അവിടെ നിന്നൊരു ഷെഡ് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് മാറുന്നു, അവിടെ വീട് പണിയുന്നു. ഒരു വഴക്കിൻ്റെ മുകളിൽ വഴക്കോട് കൂടിയാണ് ആ വീട് പണിയുന്നത്. ആ വീട് പണിതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനൊരു സമാധാനം ആ വീട്ടിനകത്തുനിന്ന് എന്ത് ചെയ്തിട്ടില്ല, ലഭിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. പിന്നെ അതിനിടയിൽ ഞങ്ങളുടെ സന്തോഷങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു 10-15 വയസ്സ്, എനിക്കൊരു കൂടിപ്പോയാൽ ഒരു 7ാം ക്ലാസ് വരെ എൻ്റെ അപ്പൻ്റെ യഥാർത്ഥ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കതും ലഭിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയിൽ പറയേണ്ടതെന്നൊന്നും തുറന്ന് അങ്ങനെ പറയുന്നില്ല, ഏകദേശം ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ ലൈഫിലേക്കുള്ള കഷ്ടതകൾ എന്ത് ചെയ്തു, എന്നെ വേട്ടയാടി. മാക്സിമം ഈ വീഡിയോ കരയരുതെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഏകദേശം എൻ്റെ ലൈഫിൽ ഒരു 35-36ഓളം വാടക വീടുകളുടെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ വാടക വീടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ആ ഒരു ഫാദറിൻ്റെ മരണത്തോടു കൂടി കുറച്ച് നാൾ ഒരു ആക്സിഡൻറ്റ്, അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞാൻ എൻ്റെ കാല് വയ്യാതിരിക്കുന്നതൊക്കെ കാണാം. ആ ഒരു കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയോട് കഴിഞ്ഞ വർഷം 2024 ഡിസംബർ മാസം 24-ാം തീയതി ലൈഫിൽ തുടങ്ങിയ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ചെറിയ കഷ്ടങ്ങളൊക്കെ ഉണ്ട്, എല്ലാ മനുഷ്യരെ പോലെ തന്നെ ഉണ്ടെങ്കിലും 2024 തൊട്ട് തുടങ്ങിയ കഷ്ടതകളാണ്. ഞാൻ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയ നിമിഷങ്ങളാണ് 2024. നിങ്ങൾക്കറിയാമോ, ഞാൻ എമേഴ്സൺ ജേക്കബിൻ്റെ വീട് വാടകയ്ക്ക് എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടാവുന്ന
സ്വർണം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ ആ വീടിന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ സഹായിച്ചിട്ടില്ല. കണ്ണനെ സംബന്ധിച്ചിടത്തോളം കണ്ണനെ എൻ്റെ ലൈഫിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണനൊരു പ്രോബ്ലം എന്ത് ചെയ്തു. ഒരു ലേഡി കുറച്ച് പൈസ കണ്ണൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാനും കൊടുത്തിട്ടുണ്ട്, കുറച്ച് പൈസകളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളും വാടക വീട്ടിലായി, നമ്മുടെ ഹെൽപ്പ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും, നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഹെൽപ്പ് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഈ ലേഡി പോയിട്ട് നല്ലൊരു പണി കണ്ണൻ എന്ത് ചെയ്തു, കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് പന്തെറിഞ്ഞാലും കൊണ്ടിട്ട് തിരിച്ചു പോകും. എനിക്കത് കാര്യമായിട്ട് എന്ത് ചെയ്യത്തില്ല, ഏൽക്കില്ല. കാരണം ഞാനൊരു ഉപാസനയും ഒരമ്മയുടെ ശക്തിയിലും ഇരിക്കുന്നത് കൊണ്ട്, ഞാൻ എന്നും പൂജിച്ച് ഇരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ എൻ്റെ മൈൻഡ് നല്ല ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് കണ്ണന് ഒരു പരിധി വരെ ഞാൻ അതിനെ തടുത്ത് നിർത്തും. അപ്പം ഈ ഒരു വിഷയം പൂജാ റൂമിൽ എനിക്ക് എന്ത് ചെയ്തു, അതെനിക്ക് പ്രെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. അത് 1-2 ദിവസം വന്ന് ഫീൽ ചെയ്തു. ശരിക്കും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കരുത്. ഒരു മനുഷ്യനെ തകർക്കുവാൻ ഒരു വ്യക്തിയെ കൊണ്ട് പറ്റും, ഏത് രീതിയിലും പറ്റും. ഇപ്പം ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ആഭിചാരം ഫലിക്കുമോ എന്ന്, അല്ലെങ്കിൽ കൂടാതെ അങ്ങനെയൊക്കെ ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് ഫലിക്കും. അത് ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജോലിയെ ബാധിക്കും. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിനിട്ട് വയ്ക്കും. നമ്മൾ അപകടം, പിന്നെ ജോലി, തമ്മിത്തല്ല്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സംഭവിക്കുക. അങ്ങനെ ഞാൻ 1-2 സ്ഥലത്തെല്ലാം എന്ത് ചെയ്തു, കണ്ണനെ കൊണ്ട് പോയി. അവിടെ നിന്നെല്ലാം എന്ത് ചെയ്തു, ഒരാളല്ല പറഞ്ഞത്, നമുക്ക് ഒരാൾ പറഞ്ഞ് അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കും. 1, 2, 3 ആളുകളല്ല പറഞ്ഞത്. ചെന്ന സ്ഥലത്തൊന്നും നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണനെയും കൊണ്ട്, എൻ്റെ കാല് ആക്സിഡൻ്റ് ആയ സമയത്ത് പോലും കണ്ണനെയും കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. അത്രയും ഞാൻ എന്ത് ചെയ്തു. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ പോസിറ്റീവിലിരിക്കുന്ന ഒരാളാണ്, പ്രാർത്ഥനയിൽ മാത്രം പോകുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും ഒരാളോട് പ്രതികാരത്തിന് ഞാൻ പോകാറില്ല. എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഞാൻ അതിന് പോകാറില്ല. കാരണം ഇതെല്ലാം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് 7 ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ സംഭവിക്കും. അപ്പം ഈ ലേഡിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. ഈ ലേഡിയെ നമുക്കറിയാം, നല്ല രീതിയിൽ എന്ത് ചെയ്ത് പണി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുസ്ലിമിനെയും കൊണ്ടും ഹിന്ദുക്കളെയും കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി. ഒരാൾ എന്നോട് തന്നെ എന്ത് ചെയ്തു, പൂജ ചെയ്യാനായിട്ട് പറഞ്ഞു. അതിൻ്റെ മന്ത്രങ്ങളും പറഞ്ഞു തന്നു. നമ്മൾ തന്നെ 41 ദിവസം കുത്തിയിരുന്ന് പൂജ ചെയ്തു. എന്ത് ചെയ്തു, നമ്മളതിൻ്റെ റീസൺ, അതായത് നമ്മളതിൻ്റെ യഥാർത്ഥ വേരെവിടെയാണെന്ന് എന്ത് ചെയ്തു, പോയി കണ്ടുപിടിച്ചു. നമ്മളതിനെ ഇളക്കി. അപ്പം ഈ കക്ഷി ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് മാടൻ്റെ നടയിൽ കരിങ്കാളിക്ക് എന്ത് ചെയ്തു, കുറ്റിയടിച്ച് വെച്ചു. ഇരട്ട കുറ്റിയാണ് അടിച്ചത്. അതായത് ഞാനും കണ്ണനും കൂടെ തല്ലി എന്ത് ചെയ്യണം, തെറ്റി പോകണം. ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നെ ഈ മന്ത്രം ചൊല്ലി ഞങ്ങൾ ഇത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ എന്ത് ചെയ്തു, ഇത് മനസ്സിലായി ആരാണ് എവിടെയാണെന്ന് ഞങ്ങൾ തന്നെ എന്ത് ചെയ്തു, പോയി അത് ഊരി. അപ്പോൾ എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് എനിക്കറിയാം. എനിക്കും ഇതിനു മുമ്പ് ട്രിവാൻഡ്രത്തൊരു പണി വെച്ചപ്പം ഞാൻ തന്നെ എന്ത് ചെയ്തു, നമ്മൾ ജ്യോതിഷം നോക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജ്യോതിഷത്തിൽ തെളിയും. ജ്യോതിഷം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൽ അത് തെളിയും. അപ്പം പിന്നെ നമുക്കത് എടുത്തു മാറ്റാതെ ശാസ്ത്രം, അതായത് വെക്കുന്ന രാശി പോലും എന്ത് ചെയ്യത്തില്ല, തിരിച്ചു കിട്ടത്തില്ല, പറയത്തില്ല അവർ. നിങ്ങളത് പോയി എടുത്തു മാറ്റണം എന്നേ പറയുള്ളൂ. പിന്നെ അവരൊന്നും പറയത്തില്ല, കബഡി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്കറിയാം, ഈ സ്ഥലം എനിക്കറിയാം. അങ്ങനെ ഞാൻ അതായത് കുറ്റിച്ചൽ എന്ന് പറയുന്ന കൊടും വനത്തിനകത്ത് കൊറോണയുടെ ടൈമിൽ എനിക്കെതിരെ ചെയ്തു വെച്ചിരിക്കുന്നത് 2 കുറ്റി ഇരുമ്പിലാണ് അടിച്ചു വെച്ചത്.
ഇരുമ്പ് ഇത്രയും നീളമുള്ള ആണി നമ്മുടെ മുമ്പിൽ തന്നെ അത് തെളിഞ്ഞു വന്നു, അത് അവരെ ഊരിത്തരും. അങ്ങനെ എനിക്ക് അറിയാം കാര്യങ്ങൾ. അപ്പോൾ ഞാനത് ഊരി കൊടും വനത്തിനകത്ത്, കുറ്റിച്ചൽ എന്ന് പറഞ്ഞാൽ കൊടും വനത്തിനകത്ത് ആദിവാസി വന്ന് മൂപ്പൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ മൂപ്പൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ വേറൊരു ടീം വന്നപ്പോൾ അവരെ ഞാൻ ന്യൂട്രലിൽ മാറ്റിയിട്ടാണ് ഞാൻ കുറ്റിച്ചൽ പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്തത്. ആ സമയത്ത് നമ്മളെ ഇരിക്കുന്ന പരദേവതയുടെ വാള് ഞാൻ, അതായത് എൻ്റെ കുടുംബത്തിലുള്ള ദേവതയ്ക്ക് ഞാൻ പണിത് കൊടുത്തിരിക്കുന്ന വാള് പണിതതിന് ശേഷമാണ് എനിക്കിതൊക്കെ തെളിഞ്ഞ് കിട്ടുന്നത്. അപ്പം ഞാനത് എന്ത് ചെയ്ത് എടുത്ത് മാറ്റി. അന്നേരം ഒന്നും എനിക്ക് ഒരാളെ സഹായമില്ല, ഞാൻ തന്നെയാണ് അത് എടുത്ത് എന്ത് ചെയ്ത് മാറ്റി. കണ്ണനൊക്കെ ചെയ്തു വെച്ചപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണനെ കൊണ്ടു നടക്കാനെങ്കിലും ഉണ്ട്, എനിക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി നമ്മൾ ഊരിയതിന് ശേഷം പതിയെ 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 എന്ത് ചെയ്തു, നമുക്ക് ഓരോ മാറ്റങ്ങൾ ആയി. മറ്റേ ഞാനും കണ്ണനും ഇത് ചെയ്തു വെച്ചിരിക്കുന്ന സമയത്ത് ഞാനും കണ്ണനും മുമ്പിൽ പോകുമ്പോൾ നമുക്ക് വരാനുള്ള അപകടം നമ്മുടെ കൺമുമ്പിൽ എന്ത് ചെയ്യും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ പല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, നമ്മളുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഇവിടെ ഈ പൂജാറൂം ഉള്ളത് കൊണ്ടും ഞാനിങ്ങനെ ഉള്ളത് കൊണ്ടും നമുക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ അതിനെല്ലാം തടുത്ത് മാറി മാറി വന്നു. ഓക്കെ. അപ്പോൾ അവിടുത്തെ വീട് അഡ്വാൻസ് കൊടുത്ത് ഞാനങ്ങനെ കുറേ കഷ്ടങ്ങളിൽ കൂടെ പോയിട്ടാണ്. ഞാനിതൊന്നും എനിക്ക് വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയണം, ആഭിചാരത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നതല്ല, എൻ്റെ അനുഭവങ്ങളിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ പുറമെ ചിരിക്കുന്ന മാന്യരെന്ന് നടിച്ച് നമ്മൾ ഉപകാരം ചെയ്യുന്നവരാണ് നമുക്കിട്ടെതിരെ എന്ത് ചെയ്യുന്നത് ഉപദ്രവം ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സത്യമാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിന് ഉദാഹരണമാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ നിങ്ങൾ പോയാൽ കാണാം, അവിടെ ഒരുപാട് കേസ് കേട്ട് എന്ത് ചെയ്യുന്നുണ്ട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല. ഞാനുള്ളത് കൊണ്ട് കണ്ണനെ വളരെ എന്ത് ചെയ്തു സേഫ് ചെയ്തു കൊണ്ടു നടന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുത്തു മാറ്റി. വളരെ പ്രാർത്ഥനയോടും അമ്പലങ്ങളിലൊക്കെ പോയതുകൊണ്ട് നമുക്കൊന്നും സംഭവിച്ചില്ല. നമ്മളങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നെങ്കിലും നമ്മളതൊന്നും ഏശാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കേരളത്തിനകത്ത് എടുത്തിരിക്കുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കയ്യിലുള്ള സ്വർണം കൊണ്ട് പണയം വെച്ച് എനിക്കിപ്പോൾ ഏകദേശം 1 ലക്ഷത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ബാങ്ക് ഇടപാടുകൾ കിടപ്പുണ്ട്. സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ചിരിക്കുന്നതെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് എന്ത് ചെയ്യണം എടുക്കണം. അപ്പോൾ എന്താ പറയുക, അതെ, ഞാൻ എൻ്റെ മാല കൊണ്ട് പണയം വെച്ചിട്ടാണ് അവിടെ അഡ്വാൻസ് എന്ത് ചെയ്തത് കൊണ്ട് കൊടുത്തിരിക്കുന്നത് 15,000 രൂപ, പിന്നെ വണ്ടി വാടകയെല്ലാം. അത് കഴിഞ്ഞാൽ മഴക്കാലത്ത് എൻ്റെ കാതിൽ കിടന്ന കമ്മൽ കൊണ്ട് പണയം വെച്ചിട്ടാണ് ഞാൻ വാടക കൊടുത്തിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വാടക കൊടുത്തിരിക്കുന്ന വാടക വീടാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവൻ പൂട്ടി. അവനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ ഫോൺ കണ്ടിട്ട് അവൻ എന്ത് ചെയ്ത്, ഞാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചത്. നമ്മുടെ ഫോണിലൊക്കെ അവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്താണ് ഇവൻ്റെ ഭ്രാന്തെന്ന് അറിയത്തില്ല. ബന്ധിക്കോസുകാരന്മാർക്ക് ഇത്രയും ഭ്രാന്തുണ്ടാവും? അല്ലെങ്കിൽ ബന്ധിക്കോസുകാരന്മാർ ഇത്രയും നികൃഷ്ടന്മാരാണോ? അപ്പോൾ ഞാൻ പറയട്ടെ, ഒരുപാട് വേദനയുണ്ട്. കാരണം ഞങ്ങളുടെ പാത്രം സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്താണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചില്ല. രാവിലെ നമുക്ക് 70 രൂപ വേണം ചായ മേടിക്കാൻ. അത് ഒരു ചായയും ഒരു കടിയും. ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ പട്ടിണിയാണ് എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത്. ഇവിടെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ വിളക്കും മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയ സമയത്താണ് നമ്മുടെ വീട് എന്ത് ചെയ്യുന്നിരിക്കുന്നത് അവിടെ പൂട്ടിക്കിടക്കുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് ഇത്രയും നിജ്ജതന്മാരാണ് എന്ത് ചെയ്യുന്നു ഉള്ളത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പോലീസുകാരും എന്ത് ചെയ്യുന്നുണ്ട് ആ നാട്ടിലുണ്ട്. പോലീസുകാരൻ ഉൾപ്പെടെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വീട് എന്ത് ചെയ്യുന്നത് പൂട്ടിക്കൊണ്ട് പോകുന്നത്. ആ സമയത്തൊന്നും വിളിക്കണം, നിങ്ങളുടെ വീട് ഞങ്ങൾ പൂട്ടിയെന്ന് ഒരു അക്ഷരം ഈ പോലീസുകാർക്ക് ബുദ്ധി വിവരമില്ലേ? അവർക്ക് വിളിച്ചു പറഞ്ഞൂടെ? ഇവന് വിളിച്ചു, ഇവർ പറയാതെയാണ് ഇവർ ചെയ്തു വെച്ചു. എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയത്തില്ല. ചന്ദനത്തിരി കത്തിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പരദേവതയുടെ വാർഡ്, കൊടുങ്ങല്ലൂർ അമ്മയുടെ വാർഡ് ചിലമ്പെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ എടുക്കുകയൊക്കെ ചെയ്യുന്ന അതെൻ്റെ സ്വകാര്യ സ്വത്തുക്കളാണ്. അത് ഞാൻ ഒത്തിരി പവിത്രമായിട്ട് കൊണ്ടുനടക്കുന്നതാണ്. ഒത്തിരി ഞാൻ അതിനെ ബഹുമാനിക്കുന്നുണ്ട്, ഒത്തിരി ഞാൻ അതിനെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവനാണത് രണ്ടും. ആ പരദേവതയുടെ വാളും കൊടുങ്ങല്ലൂർ അമ്മയുടെ വാളും ചിലമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന തുല്യം ഞാൻ എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയാം, 10-39 വീടുകളോളം ഞാൻ എന്ത് ചെയ്തു
വാടകയ്ക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കിടപ്പാടം ഇല്ലാത്തതിൻ്റെ ദുഃഖമാണ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളെല്ലാം നല്ല നിലയിൽ, എനിക്ക് അത് പോട്ടെ, എനിക്ക് താല്പര്യമില്ല, അത് ഞാൻ വിട്ടു, എല്ലാം മനസ്സിൽ നിന്ന് വിട്ട് എറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കിടപ്പാടാണ് വേണ്ടത്. ഒരു 10 സെൻറ്റ് സ്ഥലം ആണ് ഞാൻ എന്ത് ചെയ്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നത്. എനിക്കത് വാങ്ങിക്കാനുള്ള ഒരു നിർവാഹവും ഇല്ല. ഏകദേശം പോയി കഴിഞ്ഞാൽ 1,00,000-ന് മുകളിലുള്ള സമ്പാദ്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതും ഇപ്പോൾ ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, എന്നെ കൊണ്ട് ഇനി കഴിയുമോ എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു കിടപ്പാട്? കാരണം ഒരുപാട് വിഷമിച്ച് ഞാൻ ഒരുപാട് ഇരുന്ന് വിഷമിക്കുകയും ഒരുപാട് കരയുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കാരണം ഈ വർഷമെങ്കിലും അതെനിക്ക് എന്ത് ചെയ്യണം, വേണം. എന്നെ സഹായിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വേണം ഒരു 10 സെൻറ്റ് സ്ഥലവും വീടും. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. എനിക്ക് ഇനി ഒരു നാണക്കേടും മാനക്കേടും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ മടുത്തു. ഞാൻ വാരിക്കെട്ടി ഞാൻ മടുത്തു. പിന്നെ ഞാൻ ആകെ ഇച്ചിരി സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിളക്കാണ്. രാവിലെ കത്തിക്കുന്ന ഈ വിളക്കും അമ്പലത്തിൽ പോകുന്നതുമാണ് കുറച്ച് സന്തോഷമായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ശാന്തമാക്കി എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത് ആ വിളക്കാണ്. ധൈര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ദുഃഖം ഉണ്ടെങ്കിലും ഞാനത് പുറത്ത് കാണിക്കാറില്ല, കണ്ണനെ മുമ്പിൽ കാണിക്കാറില്ല. കണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10 മക്കളാണ്. അവരുടെ വീടിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാഗത്തിൻ്റെ തറയിരുന്ന സ്ഥലം അവരുടെ അച്ഛൻ വാങ്ങിയതാണ്. അവരുടെ വീട്ടിലെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ മേലത്ത് തന്നെ നിന്ന് പാമ്പിൻ്റെ പടം പോലെ ഇങ്ങനെ വരുന്നു. ആ ഒരു അവസ്ഥയിലാണ്. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് എന്ത് ചെയ്ത് നമ്മളാക്കി. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഉള്ള ആളുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അടുക്കാൻ പറ്റിയ ടീമല്ല. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന്. അവർ മദ്യവും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. കണ്ണനെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യം പറയുന്ന പോലും ദേഷ്യമാണ്. പക്ഷേ ആധാരം നമ്മളെ കയ്യിൽ എന്ത് ഉണ്ട്. ഈ ആധാരം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. ഇതിരിക്കുന്തോറും നമുക്ക് ശാപമാണ്. കാരണം ഞങ്ങളെ മാത്രമാണ് അതൊന്നും എന്ത് ചെയ്യാത്ത, ബുദ്ധിമുട്ടിക്കാത്ത. കാരണം എനിക്ക് ഈ വിളക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണനും എൻ്റെ കൂടെ അതുപോലെ പോസിറ്റീവായിട്ട് ഞാൻ കണ്ണനെ കൊണ്ടു നടക്കുന്നതുകൊണ്ടും അത്രയും കണ്ണൻ രാവിലെ കുളിച്ച് വന്ന് വിളക്ക് കത്തിച്ച്, എനിക്കൊരു വിളക്കുണ്ട്, അത് ഞാൻ കത്തിച്ച് വെക്കും. എണീറ്റ് എൻ്റെ പൂജയും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഞാൻ കണ്ണനൊരു മൺചിരാതുണ്ട്, അതിൽ ഞാൻ എണ്ണ ഒഴിച്ച് തിരിയിട്ട് ഞാൻ വെക്കും കണ്ണനെ കത്തിക്കാൻ വേണ്ടി. അപ്പോൾ കണ്ണൻ രാവിലെ ഒന്നും കുളിച്ചിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കണ്ണൻ പോകുന്നത്. അതുകൊണ്ട് കണ്ണന് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ കഷ്ടതയെല്ലാം അനുഭവിക്കും. ഞാൻ കണ്ണനോട് പറയും നമുക്ക് അവിടെ പോകാമെന്ന് പറയുമ്പോൾ കണ്ണന് കൊല്ലുന്ന ദേഷ്യമാണ്. എറണാകുളത്താണ്, കൊല്ലുന്ന ദേഷ്യമാണ്. പറയുന്ന പോലും ഇഷ്ടമല്ല. അവരോടൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ അതിനെ നിർബന്ധിക്കാൻ പോയിട്ടില്ല, ഞാനത് വിട്ടു. അപ്പം ഞങ്ങളെ 2 പേരുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഞാനിത് പബ്ലിക്കിൽ വന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. കാരണം എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു മാനക്കേടായിട്ട് എനിക്കിപ്പോൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, തോന്നുന്നില്ല. കാരണം അനുഭവിച്ച് നമ്മുടെ മനസ്സൊക്കെ അങ്ങോട്ട് വല്ലാത്ത രീതി. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്, ജപവും ധ്യാനവും ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് സങ്കടമാണ് ഇങ്ങനെ വാരിക്കട്ടെ എന്ന് വെച്ചാൽ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടെന്ന് പറഞ്ഞാൽ. ആ വീട്, അതിൽ നമ്മൾ ആഹാരം വെച്ച് കഴിക്കുന്നത്, നമ്മൾ വിളക്ക് കത്തിക്കുന്നത്, നമ്മൾ പൂജ ചെയ്യുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മനസ്സുഖമാണ്. ഞാനതൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ട് എന്ത് ചെയ്യാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അപ്പം അതൊരു വലിയൊരു വിഷമാണ് ലൈഫിൽ. കാരണം എനിക്ക് 10-35 വാടക വീടുകൾ വാരിക്കെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വാരിക്കെട്ടി എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വയ്ക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരും. പക്ഷേ എനിക്ക് ഇതുപോലത്തെ ഒരു വിഷയം എവിടെയും വന്നിട്ടില്ല കേട്ടോ. ഒരു വർഷം നമ്മൾ എല്ലാ വീടുകളിലും താമസിക്കും, എഗ്രിമെൻറ്റിൻ്റെ കാലാവധി വരെ. പിന്നെ നമുക്ക് ആ വീടിനകത്ത് ചിലപ്പോൾ വാടക വീടുകളെന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രശ്നങ്ങളുള്ള വീടുകളാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, വേറെ വീട് മാറാമെന്നല്ലാതെ ഞങ്ങൾക്ക് ഹൗസ് ഓണർമാർ ഞങ്ങൾ വാടക കൊടുക്കത്തില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ മാറുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ആരും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ അങ്ങനെ പറഞ്ഞില്ല. കാരണം ഞങ്ങൾ കറക്റ്റ് വാടക എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും വാടക എന്ത് ചെയ്യും കറക്റ്റ് വെച്ച് അവർക്ക് കൊടുത്ത് അവരോട് സൈൻ ചെയ്ത് മേടിച്ച് കറക്റ്റ് വാടക കൊടുക്കും.
തീയതിക്ക് മുമ്പേ ചിലപ്പോൾ കൊണ്ട് കൊടുക്കും എവിടെയെങ്കിലും യാത്രയൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളോട് അങ്ങനെ വാടക അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ 1 വർഷത്തെ എഗ്രിമെൻറ്റ് തികച്ചിട്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും വീട് നോക്കി മാറും. അല്ലാതെ ഇങ്ങനെ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ. ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. കണ്ണൻ കൂടെ ഇരുന്നിട്ട് പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ഈ രീതിയിൽ. എന്നിട്ട് ഞാൻ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്ന പോലുമില്ല. അപ്പം ഞാനിവിടെ എന്തെല്ലാം വേദനകൾ ഓരോ ദിവസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പരിണിത ഫലം ജേക്കബേ, എൽസമ്മേ നിനക്കത് കിട്ടും. നിൻ്റെ മക്കൾക്ക് തന്നെ ശാപമാണ് ഞാൻ. എൻ്റെ മനസ്സുരുകും തോറും ഇവിടെ ഇരുന്നു ഞാനൊരു ചില സമയത്തൊക്കെ എനിക്കൊരു ചായ ഇട്ട് കുടിക്കാനായിട്ട് പറ്റത്തില്ല. അത് വരുമ്പോൾ ഞാൻ നല്ലോണം മനസ്സ് വേദനിക്കാറുണ്ട്. അപ്പോൾ എൻ്റെയും കണ്ണൻ്റെയും വേദന ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കും, നിങ്ങളുടെ മക്കളും അനുഭവിക്കും, തലമുറ അനുഭവിക്കും, അതിലുണ്ടാകുന്ന തലമുറ അനുഭവിക്കും. കാരണം 2 വ്യക്തികളെയാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാശും മേടിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അനുഭവിക്കുന്നു പറഞ്ഞാൽ നല്ലോണം അനുഭവിക്കും. ഞാനിത് പറയുന്നത് നിങ്ങളൊരിക്കലും എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും എന്ത് ചെയ്യും, ഇത് പറയും. അതെനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ ഞാൻ അത്രയും മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 10 സെൻറ്റ് സ്ഥലം, അത്രയേ ഉള്ളൂ. കുറച്ച് ഞാനും അധ്വാനിക്കുന്നുണ്ട്, മാറ്റി വയ്ക്കുന്നില്ല, പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുക, മെസ്സേജ് ഇടുക. ഞാൻ ഒറ്റ കൈയാണ് പറയണത്. കാരണം എനിക്കിനി പയ്യെ പിടിച്ച് നിൽക്കാൻ. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഇരിപ്പിടം, നമുക്കൊന്ന് ഇരിക്കാൻ, നമുക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ, നമുക്കൊന്ന് ഒരു കട്ടൻ ചായ ആണെങ്കിൽ ഇട്ട് കുടിക്കാൻ സ്വന്തമായിട്ട്, ആരും ഇറങ്ങിപ്പോകരുതെന്ന് പറയുന്ന ഒരവസ്ഥ എന്ത് ചെയ്യണം, നമുക്കത് ആവശ്യമാണ്. ഈ ഭൂമി എന്നെ പോലെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും തുല്യരാണ് വാടകക്കാരെല്ലാവരും. അപ്പം 10 സെൻറ്റ് സ്ഥലം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 സെൻറ്റ് സ്ഥലം അതിനകത്ത് ഒരു ആശ്രമം പോലെ ആക്കി നമ്മളെ കൊണ്ട് കഴിയുന്നത് കഷ്ടപ്പെട്ട് വരുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് മനസ്സിൽ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 10 സെൻറ്റ് സ്ഥലത്തിൽ അങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ വെളിയിൽ ഒരു അമ്പലം എന്ത് വേണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് രാവിലെ എണീറ്റ് പൂജ കൊടുക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒരു ചെറിയ അമ്പലം, ഇതാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നു. ഒരുപാട് വേദനയുണ്ട്. കാരണം നമ്മളെ ഒന്ന് കോണ്ടാക്റ്റ് പോലും എന്ത് ചെയ്യുന്നില്ല. മലയാളികളാണ്. അന്യനാട്ടിൽ വന്നിട്ട് എനിക്കൊന്നിനും ഒരു ഇതില്ല. ഒരു പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് സഹായങ്ങൾ ഇവിടുത്തെ ആളുകൾ തരാറുണ്ട് എല്ലാം. പക്ഷെ നമ്മുടെ നാട്ടിലെ മലയാളിയായിരിക്കുന്ന ആളുകളാണ് ഇത്രയും അതും പണവും പ്രതാപവും വീടും കാര്യങ്ങളും ഒക്കെ ഉള്ളവനാണ് ഒരു പാസ്റ്റർ. പെന്തിക്കോസ് ഇതും പോരാ, ഒരു പെന്തിക്കോസ് പാസ്റ്ററാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ചെയ്തിരിക്കുന്നത്. അവൻ്റെ പേരാണ് ജേക്കബ് എമേഴ്സൺ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ നമ്പർ തരാം, നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് കേരളത്തിനകത്ത് എനിക്ക് താല്പര്യമില്ല. ഇനി എനിക്ക് ആരെങ്കിലും തന്നാൽ ഞാനത് എടുക്കും. പക്ഷേ എനിക്കതല്ല, എനിക്ക് കേരളം വിട്ട് തമിഴ്നാട് ഏരിയയിൽ എവിടെയെങ്കിലും എനിക്ക് സ്ഥലം മേടിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ഇനിയെല്ലാം ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം പോലെ എൻ്റെ ലൈഫിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ്, ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴാതെ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്ന് പറയുന്നത്. സങ്കടത്തെ എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. വളരെ സങ്കടമുണ്ട്. ഏകദേശം എൻ്റെ ലൈഫിൽ 35ഓളം വീടുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഈ 35 ആളുകളിലും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതും സങ്കടപ്പെട്ടും ഒക്കെ ഉണ്ടായിരിക്കുന്ന പൈസകളാണ് ഞാൻ അവർക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. അവരെല്ലാം അതിൽ നിന്ന് വരുമാനം, എന്നിൽ കൂടെ വരുമാനം കിട്ടിയ ആളുകളാണ് ഇവരെല്ലാം. കുറച്ചെങ്കിലും ഇപ്പോൾ എമേഴ്സൺ ജേക്കബിനും എന്ത് ചെയ്തിട്ടുണ്ട്, എന്നിൽ നിന്ന് വരുമാനം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നീ നിൻ്റെ മനസാക്ഷിയോട് നീ ചോദിക്കുക, നീ ചെയ്യുന്നത് ശരിയാണ്. ഇതിനൊരു തീരുമാനം, നീയായിട്ട് വരുത്തി വച്ചിരിക്കുന്ന കുഴി നീയായിട്ട് തന്നെ മൂടി എനിക്ക് എന്ത് ചെയ്യണം, തരണം. പക്ഷെ നീ അനുഭവിക്കും നല്ലവണ്ണം, അതിന് യാതൊരു മാറ്റമൊന്നും ഇല്ല. ഇതുവരെയും അങ്ങനെയാണ്. മറ്റേ ഒരു സിനിമയിലൊരു ഡയലോഗില്ലേ മോഹൻലാലിൻ്റെ, ഇതുവരെ അങ്ങനെയാണ് ഈ ഇന്ദുചൂടൻ്റെ ഓരോ അനുഭവങ്ങളും. അപ്പം നീ അനുഭവിക്കും. നിനക്കിപ്പോൾ ചെയ്തു വയ്ക്കാൻ പറ്റും ഇതൊക്കെ,
പക്ഷെ നീ വരുന്നതും കൂടെ നല്ലോണം എന്ത് ചെയ്യണം, നീ മേടിക്കാൻ തയ്യാറാക്കി. മിസ്റ്റർ എമേഴ്സൺ ജേക്കബ്.